ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ജനറൽ ഗൈഡൻസ് അതിൽ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഒരു സീക്രട്ട് എന്തെങ്കിലും നമുക്ക് യൂണിവേഴ്സ് എന്താ കാണിച്ചു തരുന്നത് നോക്കാം. നിങ്ങൾക്ക് പോലും അറിയാത്ത ചില കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച്. ഓക്കെ, യൂണിവേഴ്സ് എന്താണ്, ഒരു സീക്രട്ട് എന്താ യൂണിവേഴ്സ് റിവീൽ ചെയ്യുന്നത് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരു ബ്ലെസ്സിങ് ആവാം, ഒരു എന്തെങ്കിലും കാര്യങ്ങളാവാം, എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, ഒരു സീക്രട്ട് യൂണിവേഴ്സ് എന്തെങ്കിലും കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു യൂണിവേഴ്സിൻ്റെ രഹസ്യം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്. ഓക്കെ, യെസ്, അങ്ങനെ നോക്കാം. യൂണിവേഴ്സിൻ്റെ രഹസ്യം. ഓക്കെ, നമുക്ക് ആ രീതിക്ക് നോക്കാം. യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അടുത്ത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്, നിങ്ങൾക്കൊരു സീക്രട്ട് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത്. നല്ലതും ആവാം, ചീത്തയാവാട്ടോ. ഓക്കെ, നമുക്ക് രണ്ടും പ്രതീക്ഷിക്കാം. ഇവിടെ ഇരുന്നോട്ടല്ലേ ഫോട്ടോ. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ഓ ഗാഡ്. ഓക്കെ, തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളെല്ലാവരും കൂടി എന്തിനാ രാവിലെ തന്നെ പറയുന്നതെന്ന് പറയും. ഞാൻ എന്താ ചെയ്യാം, കാർഡ് ആദ്യം എടുത്ത് ഇത്രയും നിങ്ങളുടെ മുമ്പിലല്ലേ ഞാൻ ഷഫിൾ ചെയ്ത്, എന്നിട്ടും വന്നത് ഇങ്ങനത്തെ കാർഡ്സാണ്. ഞാൻ എന്താ ചെയ്യാം. അപ്പം നിങ്ങളിത് അറിയാനുള്ളതാണ്, അതുകൊണ്ടാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ആക്സെപ്റ്റ് ചെയ്ത് മനസ്സിലാക്കി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണെന്നുള്ളത്. പക്ഷേ ആദ്യം തന്നെ നിങ്ങളെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. എന്ത് നെഗറ്റീവ് കണ്ടാലും ഓക്കെ, നമ്മൾ സ്വീകരിക്കാനും തയ്യാറാവുക. അതിൽ നിന്ന് എന്തോ പഠിക്കാനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം തരുവാണ് യൂണിവേഴ്സ് ഇങ്ങനെ കാണിച്ചു തന്നിട്ട്. ഓക്കെ ഓക്കെ, പോസിറ്റീവ് വരട്ടെ എന്തായാലും നമുക്ക് ഇനിയും മുന്നോട്ട് അറ്റ്ലീസ്റ്റ്. ഓക്കെ, 7 of Swords, Tower card, Empress, Temperance and King of Cups. ഓക്കെ, സ്റ്റാർട്ടിങ് കുറച്ച് മോശമായാലും മുന്നോട്ട് നല്ലത് വരുന്നുണ്ട്, നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. ഓക്കെ, ഇതൊക്കെ എന്താണെന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കൂടി നോക്കിയേക്കാം. Page of Swords, 9 of Swords, King of Swords, Wheel of Fortune, good, 4 of Swords and 10 of Wands, 6 of Pentacles, Strength. എനിക്ക് ഈ 4 of Swords മാത്രം ഒരു കൺഫർമേഷൻ, സോറി, ക്ലാരിഫിക്കേഷൻ. ഓക്കെ, ഇപ്പോൾ ഒരുവിധം ഓക്കെ. സ്റ്റോറി ലൈൻ. ഓക്കെ, ഇവിടെ കാണുന്നത് ആദ്യം തന്നെ വളരെ നെഗറ്റീവായ കാർഡാണ്. ഓക്കെ, ഏറ്റവും എനിക്ക് നമ്മുടെ ഡെക്കിൽ ശരിക്കും പറഞ്ഞാൽ ഡെവിൾ കാർഡോ അല്ലെങ്കിൽ ഒരു ഹൈ പ്രിസ്റ്റസോ വരുന്നതിനേക്കാൾ മോശം ഒരു കാർഡാണ് 7 of Swords. ഏറ്റവും മോശം എന്ന് ഞാൻ കാണുന്ന ഒരു കാർഡ് ഇതാണ്. കാരണം ഒരു ചീറ്റിംഗ് ആണിത്. ചീറ്റിംഗ് എനർജി, ഹൈഡിങ് എനർജി, നമ്മളെ ചതിക്കുക എന്ന രീതിക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു, കട്ടുകൊണ്ട് പോകുന്നു, നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നു, നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു, നിങ്ങളെ മീൻസ് അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു കാർഡാണ്. ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, ഒന്ന് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളായിരിക്കാം നിങ്ങളെ ചതിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു കാര്യം ആദ്യം തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു സീക്രട്ട് റിവീൽ ചെയ്ത് തരുവാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഒരു രഹസ്യം നിങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിച്ചു തരാണ്. ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ആരാണ് നിങ്ങളെ ചീറ്റ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെ ഒരു എനർജി നടക്കുന്നുണ്ട്, കുറച്ച് ദിവസമായിട്ട് വരുന്നുണ്ട്. എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, വളരെ സൂക്ഷിക്കുക നിങ്ങൾ. ഞാൻ ടവർ കാർഡാണ് ഇവിടെ. ഓക്കെ, ഓൾറെഡി ചിലപ്പോൾ ഇത് സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടാവാം ഈ ചീറ്റിങ്ങിൻ്റെ. ഓക്കെ, ചിലവർക്ക് നിങ്ങളെ വല്ല പണം കട്ടെടുത്തു, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ബിസിനസ്സിൽ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നായിരിക്കാം. ചിലവർക്ക് റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്തു എന്നായിരിക്കാം. ചിലവർക്ക് എന്തെങ്കിലും വേറെ ജോലി തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ പണം വാങ്ങി പറ്റിച്ചിട്ടുണ്ടാവാം. ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ ബാക്ക് സ്റ്റാപ്പ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ എന്തെങ്കിലും പിന്നിൽ നിന്ന് നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞ്, അതായത് മുന്നിൽ നിങ്ങളുടെ അടുത്തൊരു കാര്യം പിന്നിൽ വേറൊരു തരത്തിലും ഓക്കെ അങ്ങനെ വല്ലതും ചെയ്യുന്ന ചില സുഹൃത്തുക്കളായിരിക്കാം. അവരെ നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ്. ഓക്കെ, എന്തായാലും ഒരു ചീറ്റിംഗ് എനർജിയാണ്. നിങ്ങളുടെ പണം യൂസ് ചെയ്ത് ചിലവരാരെങ്കിലും, ഓക്കെ അങ്ങനെയും പറയാം, നിങ്ങളുടെ പണത്തിന് ചീറ്റിംഗ് അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടാവും. ബിസിനസ്സിൻ്റെ കാര്യത്തിൽ പണം എടുത്തതായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും ചീറ്റിംഗ് നിങ്ങളെ ചെയ്തിട്ടുണ്ടാവാം.
ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, ആരുമാവാം. ഓക്കെ, ഇങ്ങനെ ഒരു സിനാരിയോ ആണ് ഇവിടെ കിട്ടുന്നത് ഫസ്റ്റ് കാർഡിന്. ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ റീസൺ, ജസ്റ്റ് ഇതിപ്പോൾ അത്ര വലിയ കാര്യമല്ലെങ്കിൽ ചിലവർക്ക് ജസ്റ്റ് നമ്മൾ പറയില്ല, ഇപ്പോൾ ജോലി സ്ഥലത്ത് നിങ്ങൾ ചെയ്ത വർക്കിന് വേറൊരാൾ ക്രെഡിറ്റ് എടുത്തു എന്ന് വിചാരിച്ചോളൂ, അതും ഒരു തരത്തിൽ ചീറ്റിംഗ് ആണ്. സോ അതും ശ്രദ്ധിക്കുക നിങ്ങൾ. ഓക്കെ, അങ്ങനത്തെ ചെറിയ കാര്യമാവും, ചെറുതല്ല വലുതാണ്, കാരണം നിങ്ങളെ എഫക്ട് ചെയ്യും അല്ലെ, നിങ്ങളെ ബാധിക്കുന്ന തരത്തിലൊരു കാര്യം. ആൻഡ് ടവർ, ഓക്കെ, നിങ്ങൾ ഇമോഷണലി ഇപ്പോൾ നമ്മൾ പേഴ്സൺ ഏതെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. കിങ് ഓഫ് കപ്സ് ഒക്കെ വന്നുകൊണ്ട് ഞാൻ റിലേഷൻഷിപ്പ് കൂടി പറയാം. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഏതെങ്കിലും വ്യക്തി, നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ, ഓക്കെ, ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു എന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു, അതായത് ഒരു തേർഡ് പാർട്ടി നിന്നിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന രീതിക്കും എടുക്കാം. ഓക്കെ, എല്ലാം ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്, എല്ലാ സിനാരിയോയും പറയാൻ ശ്രമിക്കുക. ടവർ കാർഡാണ്. അതിനുശേഷം ഈ ചീറ്റിംഗ് നടന്നിട്ട് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ ഒരു ടവർ മൊമെൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം, ചിലപ്പോൾ ഈ ചീറ്റിംഗ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാണ് മറ്റൊരു ടവർ മൊമെൻറ്റ് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. ടവർ എന്ന് പറഞ്ഞാൽ എല്ലാം തകരുക എന്ന് മാത്രമല്ല, നമ്മൾ മാനസികമായിട്ട് തകരുക എന്നുകൂടി പറയാം. ഓക്കെ, നിങ്ങൾ വല്ലാതെ മനസ്സുകൊണ്ട് നിങ്ങൾ തകർന്നു പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. കാരണം നമ്മൾ ട്രസ്റ്റ് ചെയ്തൊരു വ്യക്തി അല്ലേ, ട്രസ്റ്റ് ചെയ്തൊരു വ്യക്തി. ആക്ച്വലി ഈ കാർഡും നമ്മൾ ഇത് രണ്ടും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പേജ് ഓഫ് സോർഡ്സ് ആണ്. ഇതൊരു സ്റ്റോക്ക് ചെയ്യുന്ന തരത്തിലാണ്. ഓക്കെ, സ്റ്റോക്കിംഗ് എനർജി എന്ന് പറയാം. നിങ്ങളെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. കാരണം നിങ്ങളുടെ നല്ലത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഇതൊരു സത്യത്തിൻ്റെ കാര്യം പറയാം, നമുക്ക് ട്രൂത്ത്, ക്ലാരിറ്റി എന്നൊക്കെ പറയാം. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റിവീലായിട്ട് വരുമെന്നും പറയാം. ഓക്കെ, ഈ മറിഞ്ഞിരുന്ന ചില കാര്യങ്ങൾ ആരെങ്കിലും ചതിച്ച് ചീറ്റ് ചെയ്തു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിവീലായിട്ട് വരും എന്നും പറയാം. ഓക്കെ, ആൻഡ് ടവർ കാർഡ് ആൻഡ് 4 of swords, 9 of swords ആണ്. സോ നിങ്ങൾ വളരെയധികം സ്ട്രെസ്സിൽ പോകാനുള്ള ഒരു അവസ്ഥ വരുന്നുണ്ട്. ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് റീസൺ. ഓക്കെ, ഇതായിരിക്കാം റീസൺ. നിങ്ങൾ വല്ലാതെ തകർന്നു പോയിട്ടുണ്ടാവും, മനസ്സ് ഇടിഞ്ഞു പോവുക, അല്ലെങ്കിൽ നിങ്ങൾ തകരുക. ശരിക്കും നമ്മൾ വിശ്വസിച്ച വ്യക്തി നമ്മൾ ചീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മൾ വെച്ച ഒരു വിശ്വാസം നമ്മളെ തകർന്നു എന്നുള്ള കാര്യങ്ങളായിരിക്കാം. എൻ്റെ ഇവിടെ 9 of swords നിങ്ങൾ ശരിക്കും ഉറക്കം പോലും പോയിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു ടെൻഷൻ അടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, യൂണിവേഴ്സ് പക്ഷേ ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്തോ കെയർഫുൾ ആവാനുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ കാര്യങ്ങൾ ആക്ച്വലി സ്റ്റോക്കിംഗ് എന്ന് കാണുന്നുണ്ട്, നിങ്ങൾ സ്റ്റോക്ക് ചെയ്യണം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെയും പറയാം. ദാറ്റ് നിങ്ങൾ നോക്കൂ, അന്വേഷിക്കൂ, കാര്യങ്ങൾ അന്വേഷിക്കൂ. ഓക്കെ, ഫുൾ നമ്മൾ അതായത് എല്ലാവരെയും അറിയിച്ചുകൊണ്ടല്ല, അറിയിക്കാതെ നിങ്ങൾ പിന്നിൽ കൂടി നിങ്ങൾ അന്വേഷിക്കാൻ ശ്രമിക്കൂ കാര്യങ്ങൾ. ഓക്കെ, ഒന്ന് വാച്ച് ചെയ്യൂ. നിങ്ങളും എന്താണ്, നിങ്ങൾ ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാച്ച് ചെയ്യൂ. ഓക്കെ, എന്ന് വെച്ചാൽ എല്ലാവരും പോയിട്ട് ഇത് തുടങ്ങല്ലേ പ്ലീസ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ അത്രത്തോളം ശക്തം നിങ്ങൾ യൂണിവേഴ്സ് കാണിച്ചു തരും. ഓക്കെ, ഞാനത് പറയാം. യൂണിവേഴ്സ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് മുമ്പിൽ കാണിച്ചു തരും. പക്ഷെ നിങ്ങൾ അത്രത്തോളം യൂണിവേഴ്സിനോട് അടുക്കണം. അതെങ്ങനെയാണ് ഉണ്ടാവുക? നിങ്ങൾ മെഡിറ്റേഷൻ, പ്രാർത്ഥന, എപ്പോൾ നോക്കിയാലും നിങ്ങളുടെ എപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു പ്രാർത്ഥന, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ദൈവത്തിനെ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു, നമ്മൾ പറയില്ലേ ഓം നമഃ ശിവായ, അല്ലെങ്കിൽ നാരായണ, അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും ശരി, ദേവി ആയാലും ശരി, അല്ല നിങ്ങൾ വേറെ ക്രിസ്ത്യൻസിൻ്റെ, നിങ്ങൾ എന്ത് തന്നെ ആയാലും ശരി, നിങ്ങൾ അവനവൻ്റെ ദൈവത്തിന്, ഓക്കെ, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു പ്രാർത്ഥനയും കൊണ്ട് നിങ്ങൾ നടന്നാൽ ദൈവം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ചില സയൻസ് നിങ്ങൾക്ക് തരും. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, ആൻഡ് ഓക്കെ, നിങ്ങൾ ടെൻഷൻ ഒരു വരുന്നുണ്ട് എന്നായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ബട്ട് ഇവിടെ മുന്നോട്ട് എംപ്രസ് ആൻഡ് കിങ് ഓഫ് സോർഡ്സ് ആണ്. ജഡ്ജ്മെന്റ് കാർഡ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇത് മാത്രം ഇവിടെ വെക്കാനാണ്. ഈ കിങ് ഓഫ് സോർഡ്സും എംപ്രസും തമ്മിൽ എന്താ നോക്കട്ടെ എന്ന് ഞാൻ പറയാം. ഞാൻ നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, മജീഷ്യൻ, 5 of Pentacles. ചിലവർക്ക് യെസ് ഹൈ പ്രീസ്റ്റസും വന്നിട്ടുണ്ട്. സോ ചിലവർക്ക് ഇവിടെ ഡെഫിനറ്റ്ലി ഒരു തേർഡ് പാർട്ടി എനർജി, റിലേഷൻഷിപ്സിലാണെങ്കിൽ ഒരു തേർഡ് പാർട്ടി എനർജി, അല്ലെങ്കിൽ നിങ്ങളെ ഒരു വ്യക്തി ചീറ്റ് ചെയ്യുന്നു എന്ന രീതിക്ക് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ കൺകെട്ട് വിദ്യ നടത്തുന്നു എന്ന് പറയാം. ഓക്കെ, നിങ്ങളെ ഒരു ചീറ്റിംഗ് ചെയ്യാൻ മാക്സിമം അവരെ മുമ്പിൽ ഒന്നായിട്ട് കാണിച്ച്, അല്ലെങ്കിൽ വേറെ അങ്ങനെ ഒരു മജീഷ്യൻ എന്ന് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, ഒരു കൺകെട്ട് വിദ്യ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിക്ക് എടുത്തോളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്സ് തകർക്കാൻ ആരെങ്കിലും, ഞാൻ പറഞ്ഞ പോലെ അങ്ങനത്തെ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന പേഴ്സൺ, ഓക്കെ, അവരുമായിട്ട് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ടാവും നിങ്ങൾക്ക്. കാരണം അതിൽ നിന്ന് ചിലപ്പോൾ ആ പേഴ്സൺ ആയിരിക്കാം നിങ്ങളെ ചീറ്റ് ചെയ്ത്. ഓക്കെ, നിങ്ങളൊരു പേഴ്സൻ്റെ അടുത്ത് ഒരു വഴക്കോ അല്ലെങ്കിൽ കാര്യങ്ങൾ വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെ ആയിരിക്കാം. ഫാമിലി, ജസ്റ്റ് അമ്മ, പാരൻസ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ആയിരിക്കാം, സീനിയേഴ്സ് ആരെങ്കിലും ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ്, അങ്ങനത്തെ ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ തരത്തിലും ഇവിടെ ഒരു പേഴ്സണുമായിട്ട്
നിങ്ങളൊരു വാക്ക് തർക്കം വരുന്ന പോലെയും തോന്നുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ മജീഷ്യൻ, യെസ്, ഇത് ചില ഫൈനാൻഷ്യൽ ലോസിൻ്റെ കാര്യമാണ് കാണുന്നത്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ്, ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ മറച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. നിങ്ങൾ എന്തെങ്കിലും സത്യങ്ങൾ അറിയും. ഓക്കെ, സത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇതിന് ശേഷം ഓക്കെ ഒരു മാറ്റം എനിക്ക് ഐ തിങ്ക് ഒരു പ്രതീക്ഷ ചെറുതായിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ ജഡ്ജ്മെന്റ് കാർഡ് നമ്മൾ പറഞ്ഞു. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് തരും എന്ന രീതിക്കാണ് ഈ കാണിച്ചു തരുന്നത്. തന്നെ ഒരു ജഡ്ജ്മെന്റ് ആയിരിക്കാം. അതായത് ഈ ന്യായം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ന്യായമായത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുമായിരിക്കും. ആൻഡ് ഇവിടെ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പറഞ്ഞ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും. ഓക്കെ, അങ്ങനെയാവാം. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ബാലൻസ് വരുന്നു എന്ന് കാണുന്നുണ്ട്. ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ ടൈം മാറി വരുന്നു എന്ന് കാണുന്നുണ്ട്. ലക്ക് മാറി വരുന്നു, ടൈം മാറി വരുന്നു എന്നൊക്കെ പറയാം. ഓക്കെ, സോ ഇവിടെ മുന്നോട്ട് പ്രതീക്ഷയുണ്ട്, നമുക്ക് നല്ലത് വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. സമയം മാറി വരും. ഓക്കെ, അതിപ്പോൾ അതിൻ്റെ ഇവിടെ കിങ് ഓഫ് കപ്സ് ഉണ്ട്. സോ നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ, റിലേഷൻഷിപ്പ് അല്ല അത് റീഡിങ്, ബട്ട് ഞാൻ പറയാണ്, ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഇതിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിയും നിങ്ങളുടെ ലൈഫിൽ ആരാണ് നല്ലത് എന്ന് നിങ്ങൾ തിരിച്ചറിയും, അങ്ങനെ പറയാം. ഓക്കെ, ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു വളരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നെടുത്തോളൂ. ഓക്കെ, അങ്ങനത്തെ ഒരു വ്യക്തി ഉണ്ടാവാം ഒരാൾ നിങ്ങൾക്ക്, പക്ഷേ ഒരാൾ നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവാം. ചിലപ്പോൾ അത് തിരിച്ചറിയും നിങ്ങൾ. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ തന്നെ ഓക്കെ മാറി ബെറ്റർ ആയിട്ട് വരുമെന്നും പറയാം. ഓക്കെ, കാരണം നമ്മൾ ചില സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവരെ കൺഫ്രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ അവരുമായിട്ട് ന്യായം അവിടെ നമ്മൾ വേണം എന്ന രീതിക്ക് നമ്മൾ നിൽക്കുമ്പോൾ ചിലപ്പോൾ അവരിൽ ഒരു മാറ്റവും സംഭവിക്കാം. ഓക്കെ, അങ്ങനെയും പറയാം. ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സമയമായിരിക്കാം. കാരണം ഇവിടെ ലക്കിൻ്റെ നമ്മൾ പറഞ്ഞു മേ ബി സമയം മാറി വരുന്നു. സോ മേ ബി നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഇതിപ്പോൾ ഏത് കാര്യത്തിലും ആവാം, റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല. ഓക്കെ, എന്ത് കാര്യത്തിലായാലും നിങ്ങൾ ജോലി സ്ഥലത്തുള്ള വ്യക്തിയാവാം, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആവാം. ആരെങ്കിലും അങ്ങനെ നിങ്ങളെ ഇതുവരെ തെറ്റായിട്ട് നിങ്ങളോട് ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി. കാരണം അവർക്കൊരു കുറ്റബോധമാണ് എനിക്കിവിടെ ഫീൽ ചെയ്ത്. ഓക്കെ, ഞാനിത് എന്താണെന്നുള്ളതൊന്ന് 4 ഓഫ് സോർട്സ് നമ്മളൊരു സൈലൻസ് ആണ്, ഹെർമിറ്റ് മോഡാണ് എന്ന് പറയാം. ഓൾമോസ്റ്റ് ഒരു ഹെർമിറ്റിൻ്റെ ഇത് പറയാം. സൈലൻ്റ് ആയിട്ടിരിക്കുന്നു, മാറി നിൽക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു എന്ന രീതിയിലൊക്കെ പറയും. നമ്മൾ ഒരു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ കാര്യം പറയാം. ഓക്കെ, പക്ഷെ അതിന് റീസൺ കോൺഫ്ലിക്ട്സ് ആണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്ട്സ് നടക്കും. യെസ്, നിങ്ങൾ തമ്മിൽ ആ പേഴ്സണുമായിട്ട് ഐ തിങ്ക് നിങ്ങൾ ആര് തന്നെ ആയാലും ശരി, ഇതിപ്പോൾ ഒരു ബന്ധമാവണമെന്നില്ല, റിലേഷൻ ആവണമെന്നില്ല. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ അവരോട് സംസാരിച്ച് നിങ്ങൾ തമ്മിലൊരു വഴക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ വഴക്കിന് ശേഷം ഓക്കെ നിങ്ങളുടെ പേഴ്സൺ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് അവരുടെ അപ്രോച്ച് ഒരു മാറ്റം വരും. ഓക്കെ, ചിലവർക്ക് ഇവിടെ ഒരു അപ്പോളജി സോറി വരുന്ന തരത്തിലാണ്. ആൻഡ് ഇവിടെ ചിലവർക്ക് ആ സ്നേഹത്തോടെയുള്ള ഫീലിങ്സ് പറയുന്നതായിരിക്കാം. ചിലവർക്ക് പേഴ്സൺ തന്നെ നിങ്ങളോടൊരു മാറ്റം, അവർക്ക് കാരണം അവർ തെറ്റ് ചെയ്തു എന്നൊരു റിഗ്രറ്റ്, ഓക്കെ എന്നൊരു റിഗ്രറ്റിലേക്ക് അവർ പോകാനുള്ള സാധ്യതയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഇതിവിടെ ആവശ്യമാണ്. ഇതിവിടെ എന്താണ് ഇങ്ങനെ നമ്മളിതിന് എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഇത് ആവശ്യമാണ് ഇവിടെ. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നടക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ അത് ഭയങ്കര മോശമായി നടന്ന ഒരു കാര്യം, എന്തിനാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കരുത്. കാരണം ആ ഒരു ക്ലാരിറ്റി ഇവിടെ ആവശ്യമാണ്. ഓക്കെ, ആ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഒന്ന് നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാൻ. ഓക്കെ, നിങ്ങളുടെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം. പിന്നൊന്ന് നിങ്ങൾ ആരെയൊക്കെ ട്രസ്റ്റ് ചെയ്യണം, എത്രത്തോളം ട്രസ്റ്റ് ചെയ്യണം, എങ്ങനെ ഒരു പേഴ്സൻ്റെ അടുത്ത് നിൽക്കണം, അല്ലെങ്കിൽ അതിപ്പോൾ ഈവൻ ജോലി സ്ഥലത്തായാലും എത്ര ആത്മാർത്ഥതയോടെ നിങ്ങൾ നിൽക്കണം. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. ഇത് ബാലൻസ് നിങ്ങളെ തന്നെ ബാലൻസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസും പ്രാക്ടിക്കൽ സൈഡും നിങ്ങൾ ബാലൻസ് ചെയ്യുക, അങ്ങനെയാവാം. ഓക്കെ, ആൻഡ് ഇവിടെ എന്തായാലും ആ പേഴ്സണുമായിട്ട് ചിലപ്പോൾ കാര്യങ്ങൾ ബെറ്റർ ആവാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാർമിക് ഒരു സൈക്കിളായിരിക്കാം, അങ്ങനെയും പറയാം. നമുക്ക് ഒരു കാർമിക് സൈക്കിൾ എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, ആ കാർമിക് സൈക്കിളിൽ ഒന്ന് മാറി വരാനുണ്ടാവും. ഓക്കെ, ഒരു മാറ്റം അവിടെ വരാനുണ്ട്. ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ബിഹേവിയർ കാർമിക് പോലെ ആയിരുന്നെങ്കിൽ അവർ മാറിയിട്ടൊരു കുറച്ചുകൂടി നമ്മൾ സോൾമേറ്റ് എന്ന് ഞാൻ വിളിക്കുന്നില്ല, ബട്ട് ഒരു ബെറ്റർ സിറ്റുവേഷനിലേക്ക് വരുന്ന തരത്തിൽ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങളെ വല്ലാതെ അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും അസൂയ കൊണ്ടായിരിക്കാം, എന്തെങ്കിലും ദേഷ്യം കൊണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഗ്രോത്തിൽ ജലസി തോന്നുന്നവരായിരിക്കും. കാരണം എംപ്രസ് പറയുമ്പോൾ നമ്മൾ വളരെ ഗ്രോത്ത് എന്ന രീതിയിൽ പറയും. ഓക്കെ, നിങ്ങളുടെ പൊസിഷനോ നിങ്ങൾ വല്ല നല്ല ജോലി പൊസിഷനിലൊക്കെ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അബൻഡൻസ് ഉണ്ട് എന്നൊക്കെ തോന്നുമ്പോൾ അതിൻ്റെ ജലസി കൊണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും അവർക്ക് നിങ്ങളോടൊരു മനസ്സിൽ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ചീറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ എന്തെങ്കിലും നിങ്ങളെ ഒന്ന് ചതിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ പിന്നിൽ നിന്ന് കുത്താനോ ഒന്ന് ചെറുതായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കി. പക്ഷെ നിങ്ങൾ അവരെ ഫേസ് ചെയ്യുമ്പോൾ അവർക്ക് എവിടെയോ ആ ഒരു കുറ്റബോധം അവരുടെ മനസ്സിൽ വരും. ഓക്കെ, സോ ഈ സിറ്റുവേഷൻ ഇവിടെ ആവശ്യമാണ്, ഈ സിനാരിയോ ഇവിടെ ആവശ്യമാണ് നിങ്ങളുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട്.
ഓക്കെ, ചിലപ്പോൾ ടോട്ടലി ഈ വ്യക്തിയിൽ തന്നെ നിങ്ങൾ മാറേണ്ട ആവശ്യം ഉണ്ടാവാം, അതിനായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ ഒന്ന് മാറി വരാനുണ്ടാവും. ആ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള ബന്ധം ചിലപ്പോൾ ഇത് കഴിഞ്ഞാൽ ശക്തിപ്പെടും. ഓക്കെ, കുറച്ചുകൂടി ബെറ്റർ ആവാൻ ചിലപ്പോൾ. ഓക്കെ, സോ അങ്ങനെയും പറയാം. ഇത് ഏത് റിലേഷൻസ്, ഈ ഒരു സിനാരിയോ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. ഐ തിങ്ക് ഇന്ന് ഞാൻ അതുകൊണ്ടാണ് ഡെപ്തിൽ എടുത്തത്. കാരണം കുറച്ച് ദിവസമായിട്ട് ഈ എനർജി വരുന്നുണ്ട്, ചീറ്റിംഗ് എനർജി എന്ന രീതിക്കൊക്കെ വരുന്നുണ്ട് നമുക്ക്. സോ ഞാൻ അതുകൊണ്ടാണ് വളരെ ഡെപ്തിലൊന്ന് നോക്കിയത്. ഓക്കെ, സോ ഒന്ന് നിങ്ങൾ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, ഒന്ന് തയ്യാറാവുക മനസ്സുകൊണ്ട്. ഓക്കെ, മാനസികമായിട്ട് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ വല്ലതും വരാനുള്ള ഒരു സാധ്യതയാണ് എന്ന്. എല്ലാവരും പോയി ഡൗട്ട് അടിക്കൊന്നും വേണ്ട കേട്ടോ, ഇതെല്ലാവർക്കും മാച്ച് ഒന്നും ആവണമെന്നില്ല. ഓക്കെ, ജസ്റ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻസും ആവാം. ഓക്കെ, സോ ഞാൻ എല്ലാ സിറ്റുവേഷനും ഞാൻ കവർ ചെയ്യില്ലല്ലോ. നമ്മൾ സംസാരിച്ച് വരുമ്പോൾ ചിലപ്പോൾ എനിക്കെല്ലാം ഓരോന്നും സിറ്റുവേഷൻ ബേസ് ചെയ്ത് ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ വേറെ വല്ല കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാം. Okay, let's see. Openness. Okay, communication എന്ന രീതിക്ക് എടുക്കാം. Enlightenment, delight, truth. ഇതാണ് നമ്മുടെ യൂണിവേഴ്സ്. കണ്ടോ, യൂണിവേഴ്സ് നമ്മളെന്താ പറഞ്ഞ, യൂണിവേഴ്സ് തരുന്ന സീക്രട്സ് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ നേരത്തെ എന്താണോ കണ്ടത് അത് തന്നെയാണ് ഇപ്പോൾ വന്നത്. Forgiveness, very good. നമ്മൾ പറഞ്ഞ അതേ സിനാരിയോ, അതേ കാർഡുകൾ. വെരി ഗുഡ്. ടേക്കിംഗ് റിസ്ക്. ഓക്കെ, പോട്ടെ. ആൻഡ് ഞാൻ ഇത് നേരത്തെ ഷഫിൾ ചെയ്തപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പകുതി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡെക്ക് നോക്കിയപ്പോൾ എനിക്ക് കാർഡ് കണ്ടതാണ്. എനിക്ക് ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ ഒരു പോസിറ്റീവ്നെസ് ഫീൽ ചെയ്തു. ആൻഡ് അത് റീഡിങ്ങിൽ വരുന്നു. വെരി ഗുഡ്. സോ ഐ എം ഹാപ്പി. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് വരുവാണ്. അത് ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം. ഓക്കെ, ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ അടുത്ത് മോശമായി ബിഹേവ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ, നിങ്ങളെ ചീറ്റ് ചെയ്ത ആൾക്കാർ, നിങ്ങളുടെ അടുത്ത് കാർമിക്കായിട്ട് ബിഹേവ് ചെയ്ത ഒരു സിറ്റുവേഷൻ, അത് മാറി വരുന്നു. അങ്ങനെ എടുത്തോളൂ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാർമിക് സിറ്റുവേഷൻ, അതിപ്പോൾ ഒരു വ്യക്തി ആവണമെന്നില്ല, ഒരു സാഹചര്യം എന്തോ ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങളെ റെസ്പെക്ട് ചെയ്യാത്ത സ്ഥലങ്ങൾ, റെസ്പെക്ട് ചെയ്യാത്ത ആൾക്കാർ, അവർ നിങ്ങളെ റെസ്പെക്ട് വരും. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഒരു പുതിയ തുടക്കമാണ് വരുന്നത്. പക്ഷെ അതിനു വേണ്ടി ചില ട്രൂത്ത് റിവീൽ ആവാനുണ്ട്. ആദ്യത്തെ കാര്യം. ഓക്കെ, ഞാനിങ്ങനെ അതിൻ്റെ ഒരു സിനാരിയോ ഇതിൽ വെക്കാം. ഓക്കെ, ട്രൂത്ത് റിവീൽ ആവാനുണ്ട്. ഓക്കെ, ആൻഡ് ഓപ്പൺ കോൺവെർസേഷൻ വരും. ഓക്കെ, ഓപ്പൺ കോൺവെർസേഷൻ കുറച്ച് അടിപിടിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ്. ഓക്കെ, അത് വേണം, പേടിക്കുക വേണ്ട. അങ്ങനെ പറഞ്ഞു പോയി ഞാനെന്ന് വിചാരിച്ചാൽ നിങ്ങൾ റിഗ്രറ്റിൽ ഒരിക്കലും ഇരിക്കരുത്. ഓക്കെ, നിങ്ങൾ നല്ല ധൈര്യത്തിൽ ഫേസ് ചെയ്യാൻ തയ്യാറാവാം. ഈ ട്രൂത്ത് ഇവിടെ സംസാരിച്ചേ പറ്റൂ എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. ഓക്കെ, കാരണം ആ ഓപ്പൺനെസ് ഇവിടെ ആവശ്യമാണ്. അങ്ങനെ നമ്മൾ മൈൻഡിൽ വെച്ച് നിങ്ങൾ എത്ര കാലം നടക്കും? ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചിലവരെ മാപ്പ് കൊടുത്ത് നമ്മൾ വിട്ട് നടക്കും അല്ലേ. പക്ഷെ അത് പിന്നീട് ഒരിക്കൽ അത് വീണ്ടും അവർ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് അത് നമ്മൾ കൊടുക്കുന്നത്. സോ ഇവിടെ ഓപ്പൺനെസ് ആവശ്യമാണ്. നിങ്ങൾ ഓപ്പണായിട്ട് പറയേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് എൻലൈറ്റൻമെന്റ്, യെസ്, ഞാൻ തന്നെ പറഞ്ഞത്, നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഒരു ഓപ്പൺ കോൺവെർസേഷൻ ഇവിടെ ആവശ്യമാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമായിട്ട് സംസാരിക്കൽ ആവശ്യമാണ്. ആൻഡ് ഇതൊരു റിസ്ക് ആണ്. ആക്ച്വലി ഇത് നിങ്ങൾ ചെയ്യുന്നത് ഒരു റിസ്ക് ആണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ വല്ല സിനാരിയോയിൽ നമ്മൾ സംസാരം വന്നിട്ട് ചിലപ്പോൾ അത് വ്യക്തികളുമായിട്ട് പിരിയാൻ, ബന്ധങ്ങൾ നഷ്ടപ്പെടാൻ, അല്ലെങ്കിൽ ചില ജോലി നഷ്ടപ്പെടാൻ, എന്തുമാവാം. ഓക്കെ, അവിടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്നത്. ഓക്കെ, ബട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ അത് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അതെന്തോ കാര്യത്തിനാണ്. വളരെ സീരിയസ് ആയിട്ട് അതിനെ എടുക്കാം. ഓക്കെ, ആൻഡ് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ പേഷ്യൻസ് ആൻഡ് ഫോർഗിവ്നെസ്. ഓക്കെ, ഒന്ന്, നിങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റേ വ്യക്തിയോട് കുറ്റപ്പെടുത്തി സംസാരിക്കലല്ല, പക്ഷെ നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞു, പക്ഷെ ആ അറിഞ്ഞതിനെ ഞാൻ മാപ്പ് തരുന്നു എന്ന രീതിയിൽ അവരോട് സംസാരിക്കാം. ഓക്കെ, അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കാം. ഓക്കെ, ഇത് വളരെ നിങ്ങൾ കാമായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യണം. ഓക്കെ, ഇവിടെ നിങ്ങളുടെ സംയമനം നിങ്ങൾ കളയരുത്. ഓക്കെ, നിങ്ങളുടെ പേഷ്യൻസ് നിങ്ങൾ കളയരുത്. അവർ ചെയ്ത തെറ്റ് തന്നെയാണ്, അങ്ങനെ അതിനെ വിട്ടുകൊടുക്കരുത്. പക്ഷെ അവരെ ക്ഷമിക്കാൻ കൂടി നിങ്ങൾ തയ്യാറാവണം. കാരണം ആ മനസ്സിൽ നമ്മൾ ആ ക്ഷമയോടെ അവരോട് സംസാരിച്ചാൽ മാത്രമേ അപ്പുറത്തൊന്നും ഒരു റിയാക്ഷൻ അവർക്ക് അപ്പോഴേ, നമ്മൾ പറയില്ലേ, എന്താണ് നമ്മുടെ ഗാന്ധിജിയുടെ ഇത്, ഒരു കാരണത്തടിക്കുന്ന ആൾക്ക് മറ്റേ കാരണം കാണിച്ചു കൊടുക്കുക, അങ്ങനെ വേണം. യെസ്, പക്ഷേ ഇവിടെ അത് മാത്രമല്ല, അതിൻ്റെ ഒപ്പം നമ്മൾ പക്ഷെ കാര്യം പറയുകയും ചെയ്യാം, അവരെ മാപ്പും കൊടുക്കാം. ഓക്കെ, അത് അവർക്ക് ഫീൽ ചെയ്യണം. ദാറ്റ് നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയല്ല പറയുന്നത്, ഈ സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്നുള്ളത് അവർക്ക് കൂടി തോന്നണം. ഓക്കെ, ആ രീതിക്ക് നിങ്ങളുടെ സംസാരം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം സംസാരിക്കാൻ, സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ. അങ്ങനെ ചെയ്ത് എന്തായാലും ഫൈനൽ റിസൾട്ട് ഇവിടെ ഡിലൈറ്റ് ആണ്. ഓക്കെ, ഡിലൈറ്റ് ആൻഡ് ന്യൂ ബിഗിനിങ്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, ഓക്കെ, വളരെ വളരെ വളരെ
മെച്ചുവേർഡായിട്ട് ബിഹേവ് ചെയ്താൽ മാത്രമേ അത് നടക്കുള്ളൂ. ഓക്കെ, അവിടെ അങ്ങനത്തെ സിനാരിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സംയമനം പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ അവിടെ അപ്പുറത്ത് കുറ്റപ്പെടുത്തി സംസാരിച്ചു അല്ലെങ്കിൽ ചീത്ത പറഞ്ഞ് കഴിഞ്ഞു, അത് കഴിയും, അവിടെ അവസാനിക്കും. ഓക്കെ, സോ വളരെ സൂക്ഷിച്ച് പേഷ്യൻസോടെ ഫർഗിവ്നെസ്സോടെ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഓക്കെ, അവർ ചെയ്തത് എന്തുകൊണ്ടായിരിക്കും എന്ന് നിങ്ങൾ ആലോചിക്കുക. അത് അവർക്ക് മാപ്പ് കൊടുക്കാനുള്ള അവർക്കൊരു അവസരം കൊടുക്കാം. ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്, ഞാൻ മാപ്പ് തരുന്നുണ്ട്, ഇത് തിരുത്താൻ നിങ്ങൾക്ക് അവസരം തരുന്നു എന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ വലിയ ആൾക്കാരാവുമല്ല കേട്ടോ, അങ്ങനെയുമല്ല, ഒരിക്കലുമല്ല. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, എല്ലാവരിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. ഓക്കെ, എൻ്റെ ഭാഗത്തും തെറ്റുണ്ടാവും, അവരുടെ ഭാഗത്തും തെറ്റുണ്ടാവും എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുക. അപ്പോഴാണ് നമുക്ക് ഫൊർഗീവ്നെസ് ചെയ്യാൻ പറ്റുക അവിടെ. ഓക്കെ, ചില മിസ്റ്റേക്സ് നമ്മുടെ ഭാഗത്തും ഉണ്ട്, ചില മിസ്റ്റേക്സ് അവരുടെ ഭാഗത്തും ഉണ്ടാവും. ഓക്കെ, എല്ലാവരും മനുഷ്യന്മാരാണ്, തെറ്റുകൾ പറ്റും. ഓക്കെ, പക്ഷെ തെറ്റുകൾ പറ്റി ഒരു മനുഷ്യൻ പഠിക്കാനോ തിരുത്താനോ അത് എത്ര അവസരം നിങ്ങൾ കൊടുത്തു എന്നുള്ളത് കൂടി മാറ്ററാണ്. ഓക്കെ, 2-3 അവസരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കണ്ട, പിന്നെ അവിടെ നിൽക്കൊന്നും വേണ്ട. ഓക്കെ, സോ പക്ഷെ എന്തായാലും ഇവിടെ ഒരു പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഇത് ഡീൽ ചെയ്യാൻ സാധിച്ചാൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഡിലൈറ്റ് വരുന്നു, ന്യൂ ബിഗിനിങ് വരുന്നു. ഓക്കെ, നിങ്ങൾക്കൊരു സന്തോഷം, സമാധാനം, അതിൻ്റെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ബന്ധങ്ങളിലാവാം, ജോലി സ്ഥലത്തുള്ള ആൾക്കാരുടെ ബിഹേവിയറിൻ്റെ ആയിരിക്കാം, വീട്ടിലുള്ള ആൾക്കാരുടെ റെസ്പെക്റ്റിൻ്റെ കാര്യമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങളെ മാനിക്കുന്ന കാര്യമോ എന്തു തന്നെ ആയാലും. അപ്പോൾ ഇവിടെ ഒരു മാറ്റം നമുക്ക് വരുന്നൊരു സമയമാണ്. സോ ബി കെയർഫുൾ. ഓക്കെ, സൂക്ഷിക്കാം. ചില സിറ്റുവേഷൻസ് ഐ തിങ്ക് നിങ്ങൾക്ക് വളരെ ഷോക്കിംഗ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള ഒരു സാധ്യതയാണ്. യൂണിവേഴ്സ് അത് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഇപ്പോൾ തന്നിട്ടുണ്ട്, പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം. ഓക്കെ, നല്ലോണം മെഡിറ്റേഷൻ, പ്രാർത്ഥന, ഫൊർഗിവ്നെസ് ഓക്കെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ആൻഡ് മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, സോ എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഇതിപ്പോൾ ഇന്നത്തെ എനർജി അല്ല, ഇത് ഞാൻ അങ്ങനെ പറഞ്ഞില്ല അല്ലേ. ഓക്കെ, ഇത് ഇന്നത്തെ എനർജി അല്ല, കുറച്ച് ദിവസം ഇനി മുന്നോട്ടുള്ള എനർജി ആയിരിക്കാം. സോ സൂക്ഷിക്കാം. ഓക്കെ, ഓൾറെഡി നടക്കുന്നുണ്ടാവാൻ ചിലവർക്ക് പിന്നീടായിരിക്കാം നടക്കുന്നത്. ഓക്കെ, നിങ്ങൾ എപ്പോൾ കണ്ടാലും ഇത് റെസനേറ്റ് ആവും, ടൈംലെസ് ആണ്. ഓക്കെ, ഏത് കാലത്ത് വന്നിട്ടുണ്ടാലും ഇപ്പോഴല്ല 5 കൊല്ലം കഴിഞ്ഞ് വന്നിട്ടുണ്ടായാലും കാണുന്ന ആൾക്കാർക്ക് ഇത് റെസനേറ്റ് ആവും. ഓക്കെ, സോ ഓക്കെ, ലെറ്റ്സ് ബി പോസിറ്റീവ്. വളരെ പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം. ഹാപ്പി ആയിട്ട് നമ്മൾ ആദ്യം ഹാപ്പിനെസ് നമ്മളിൽ കണ്ടെത്താം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.